പങ്കാളിത്തത്തോടെയുള്ള ബിസിനസ്സിൽ വിജയിക്കാൻ സാധ്യത കുറവാണ്. അധ്യാപനം, അഭിനയം, എഴുത്ത്, വൈദ്യം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. 32 വയസ്സുവരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. മാതാപിതാക്കളോട് ഭക്തിയും ബഹുമാനവും കാണിക്കും. എന്നാൽ ദാമ്പത്യം അത്ര നല്ലതായിരിക്കില്ല. വിവാഹമോചനം അല്ലെങ്കിൽ രണ്ടാമത്തെ വിവാഹം വരെ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുണർദം നക്ഷത്രക്കാർക്ക് ജനിച്ച സ്ത്രീകൾ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും. എന്നാൽ തർക്കിക്കാനുള്ള പ്രവണത കാണിക്കും. സംഗീതം, നൃത്തം തുടങ്ങിയ കലകളിൽ താല്പര്യമുണ്ടാകും. അവർക്ക് ധാരാളം ജോലിക്കാരും ഉണ്ടാകും. സുഖപ്രദമായ ജീവിതം നയിക്കുന്ന ആൾക്കാരായിരിക്കും. ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും കാണിക്കും. ഗാർഹിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ ഇടയുണ്ട്. പുണർദം നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. 1-ാം പാദത്തിൽ, അതായത് മേട നവാംശം ജനിച്ചവർ സാഹസികതയും ഊർജ്ജസ്വലതയും ഉള്ളവരായിരിക്കും. അവർ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം നൽകും. അവർക്ക് നേതൃത്വ ഗുണങ്ങളുണ്ടാകും. 2-ാം പാദത്തിൽ ജനിച്ചവർ ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. 3-ാം പാദത്തിൽ ജനിച്ചവർ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും കൂടുതലുള്ളവരായിരിക്കും. അവർ എഴുത്ത്, മാധ്യമം എന്നീ മേഖലകളിൽ ശോഭിക്കും. 4-ാം പാദത്തിൽ കർക്കടക നവാംശം ജനിച്ചവർക്ക് ദയയും സ്നേഹവും കൂടുതലായിരിക്കും. അവർ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവം അവരുടെ ജനന സമയത്തെ പാദത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. ഓരോ പാദത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്.